ഹലോ ചെമ്പരത്തിപ്പൂവിലെ ഇന്നത്തെ ഫുൾ വിശേഷങ്ങളൊന്ന് കേട്ടാലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതിയും സച്ചിയും കൂടെ ചേർന്നിട്ട് ശ്രുതിയുടെ പിന്നാലെ തന്നെയാണ്. അപ്പോൾ ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും ഇനിയിപ്പോൾ പൊളിച്ചെടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൽ വരാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രേവതിയുടെ ശ്രുതിയുടെ അച്ഛൻ മരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും വിഷമത്തിലും ഭയങ്കരമായിട്ട് കരച്ചിലും നിലവിളിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇളയച്ചൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം ഒരുപാട് അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ ശ്രുതി നടത്തുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതിയും കൂടെ ഇരിക്കുന്ന സമയത്തേക്ക് സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്തായാലും പാർലറെത്തേക്ക് സമാധാനമായല്ലോ, സന്തോഷമായല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി, നീ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? അവൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്, അവളുടെ അച്ഛൻ മരിച്ചിട്ട് ആ ഒരു വിഷമത്തിലേക്ക് ഇരിക്കുകയെല്ലാം ചോദിക്കുന്നുണ്ട്. അത് പാർലറെത്തേക്ക് അറിയാമെന്നുള്ള മട്ടിൽ നിൽക്കുവാണ് സച്ചിയും രേവതിയും. അപ്പോൾ ഇവൾക്ക് എന്താണ് ഇവളുടെ ഒരു ശാപം തന്നെയാണല്ലോ, ശപഥം എടുത്തിരിക്കുകയാണോ, ഇവളുടെ ശപഥം എടുത്തിരിക്കുകയാണോ ഇത്രയും ശ്രുതിയെ ദ്രോഹിക്കുക എന്നുള്ളത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കളിയാക്കുന്ന പോലെ തന്നെ പറയുന്നുണ്ട്, അവൾ ആകെ 2 ശപഥം എടുത്തിട്ടുള്ളൂ, അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതിന് ശേഷമുള്ളൂ ഇനി അടുത്ത ശപഥം എടുക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞങ്ങൾ മലേഷ്യയിൽ പോകുന്ന തീരുമാനം ക്യാൻസൽ ചെയ്തുകൊണ്ട് പാർലറെത്തേക്ക് സന്തോഷമായി കാണുമെന്നാണ് സച്ചി പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ശ്രുതി വെറും പൊട്ടനായിട്ടാണ് കാണിക്കുന്നത്. പൊട്ടൻ പറയുന്നുണ്ട്, അതൊന്നുമല്ല, ശ്രുതി ആകെ വിഷമിച്ചിരിക്കണം, ഇപ്പോൾ അവളെ ശല്യം ചെയ്യാതെ ഒന്ന് പോടാ എന്നാണ് പറയുന്നത്. അങ്ങനെ അവരിഞ്ഞ് പോരുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണെങ്കിൽ ശ്രുതി അടുത്തിരുന്ന് കരയാണ്. മലേഷ്യയിലെ തൻ്റെ അമ്മായിയച്ഛൻ മരിച്ചുപോയി, ഇനിയിപ്പോൾ കാണാൻ ആരുമില്ല എന്നൊക്കെ. അതിനുശേഷം ശ്രുതി അങ്ങോട്ടേക്ക് വിചാരിക്കുകയാണ്, ഇവരുടെ എല്ലാം ശല്യം തീർന്നെങ്കിൽ മീര ഒന്ന് ഫോൺ ചെയ്യണം. അപ്പോൾ മീരാൻ്റെ അഭിനയത്തെക്കുറിച്ചിട്ടൊക്കെ പറയണമല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മീരയെ ഫോൺ ചെയ്യാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്താണ് ചന്ദ്രമതിയുടെ വരും കേട്ടോ. അപ്പോൾ ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതിയെടുത്ത്, മോളെ ഇതുപോലെ. അപ്പോഴത്തേക്കും ചന്ദ്രമതിയെ കാണുമ്പോൾ ശ്രുതി പിന്നെ അങ്ങ് നിലവിളി തുടങ്ങുകയാണ്. ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ്. എന്തെങ്കിലും കഴിക്കണ്ടേ, ഇതൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ശ്രുതി, വേണ്ട അമ്മ, എനിക്ക് എങ്ങനെയാണ് ഇറങ്ങാൻ, ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല, കാരണം എൻ്റെ അച്ഛനങ്ങ് പോയി, ഇനിയിപ്പോൾ എനിക്ക് ഒന്നും എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് കഴിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും കൂടെ പിന്നാലെ വന്നിട്ട്, ശ്രുതി എന്തെങ്കിലും കഴിക്കുക, എന്തെങ്കിലും ഇത്തിരി കഴിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നത്, വേണ്ട, എനിക്കൊന്നും ഇറങ്ങില്ല, നിങ്ങൾ പോയി കഴിച്ചു എന്ന് പറഞ്ഞ് ഇവരെ പെട്ടെന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കിട്ടിയ ചാൻസ് അപ്പോഴേക്കും ചന്ദ്രയുടെ കൂടെ പോവുകയാണ് എന്തെങ്കിലും കഴിക്കുവാനായിട്ട്. അപ്പോഴേക്കും ശ്രുതി ഫോൺ എടുത്തിട്ട് മീരയെ വിളിക്കുന്നുണ്ട്. മീരയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ആ മീര ചോദിക്കുന്നത്, എന്തായി? എല്ലാം സക്സസ്. അപ്പോൾ വീരാനിക്ക പൊളിച്ചു, കാരണം നല്ല അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. കാരണം അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, അത് അവരൊക്കെ വിശ്വസിച്ചു? എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതേപോലത്തുള്ള അഭിനയമായിരുന്നല്ലോ വീരാനും കാഴ്ചവെച്ചത്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ സന്തോഷമായി രണ്ടുപേർക്കും. അതിനുശേഷം ശ്രുതി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് താഴേക്ക് ഇറങ്ങിച്ചിരുന്നുണ്ട്. അപ്പോൾ അവിടെ രൈൻഡിയുടെ ഫ്രണ്ടിൽ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. ശ്രീകാന്തും എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ വാരി വലിച്ച് എല്ലാം കൂടെ കുത്തിക്കയറ്റി തിന്നുന്ന പോലെ എല്ലാം ഭയങ്കരമായിട്ട് കൈ വരെ വലിച്ചു കയറ്റി എല്ലാം മൊത്തത്തിലങ്ങ് നക്കി തിന്നുവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ സച്ചിയും രേവതിയൊക്കെ നോക്കുന്നുണ്ട് ശ്രുതിയുടെ ആ ഒരു കഴിപ്പ് കണ്ടിട്ട്. അപ്പോൾ ചോദിക്കുന്നത്, ആരാണ്ട് ഇവിടെ മരിച്ചല്ലോ, ആരാ മരിച്ചതെന്നറിയോ? അപ്പോൾ പറയും ശ്രുതിയുടെ അച്ഛൻ. ഈ വീട്ടിലൊരംഗം തന്നെയല്ലേ മരിച്ചതെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇവനിങ്ങനെ വാരി വലിച്ചിട്ട് കഴിക്കുന്നത്, അവൻ്റെ ഭാര്യയുടെ അച്ഛനല്ലേ മരിച്ചത് അത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളിയാക്കിയാണ് സംസാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, പിന്നെ മരിച്ചിട്ട് കുറേ ദിവസമായെന്ന് പറയുന്നത്, ഇതുവരെ കർമ്മമൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ കർമ്മം ചെയ്തായിരുന്നല്ലേ ഈ ഒരു ആത്മാവുണ്ടല്ലോ പാർലറേറ്റയുടെ ശരീരത്തിൽ കയറുകയും ചെയ്യും, ഇവൻ്റെ കുങ്ങായ്ക്ക് പിടിക്കുകയും ചെയ്യും. കാരണം ഇവനാണല്ലോ മരുമകൻ, പാർലറേറ്റയുടെ ഭർത്താവ്. അപ്പോൾ ഇവൻ്റെ കൊങ്ങായ്ക്കായിരിക്കും പിടിക്കുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ മണ്ടയ്ക്കൊക്കെ കയറുവാണ് എല്ലാം കൂടെ കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടെ എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതും കൂടെ കുറച്ചെടുത്ത് ഒഴിക്കാൻ പറയുകയാണ് വായിലോട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായ രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ശ്രുതി നല്ല രീതിയിൽ അങ്ങ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോഴാണ് ഒന്ന് പേടിച്ചത്. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതിനേക്കാളും ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും ആരാ കർമ്മം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛൻ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നു. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അത് വേറെ ആരാ ചെയ്യുന്നത്, ശ്രുതിമോൾ ഇവിടെ ഉണ്ടല്ലോ, ശ്രുതിമോൾ ചെയ്തോളും, അതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി അതും മറ്റൊന്ന് കേൾക്കുവാണ് ഈ ഒരു സമയത്ത്. ഇനിയിപ്പോൾ അതും ഒരു കുരിശായി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് എല്ലാം എടുത്തു വെച്ച് അങ്ങ് പോവുകയാണ്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ റൂമിൽ നിന്നൊക്കെ ഒട്ടും
സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശ്രുതി ഉറങ്ങുന്ന കാത്തിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ ശ്രുതി നല്ല ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ശ്രുതി പയ്യെ ഡോറ് തുറന്നിറങ്ങി കിച്ചണിൽ പോയി. തുറന്ന് നോക്കിയപ്പോൾ അവിടെ വല്ല ഇരിപ്പുണ്ടെന്ന് നോക്കിയപ്പോൾ അവിടെ പ്ലേറ്റ് വെച്ച് അടച്ച് ചപ്പാത്തിയും കറിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അതെടുത്ത് വെച്ച് കഴിക്കാനായിട്ട് ചപ്പാത്തി എടുത്തതും കയ്യിൽ നിന്ന് പാത്രം അങ്ങ് നിലത്ത് വീഴുകയാണ്. പടാ പടാന്ന് പറഞ്ഞ സൗണ്ട് കേട്ടിട്ട്. അപ്പോഴത്തേക്കും പേടിച്ചു പോയി. ഈ ഒരു സൗണ്ട് കേട്ടിട്ട് പയ്യെ രേവതി ഇറങ്ങി വരുന്നുണ്ട്. രേവതി വന്ന് പൂച്ചയാങ്ങാനായിരിക്കും എന്ന് പറഞ്ഞാണ് ഇറങ്ങി വരുന്നത്. പക്ഷേ നോക്കുമ്പോൾ കാണാം ശ്രുതി ഇങ്ങനെ ചപ്പാത്തി പ്ലേറ്റോട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഞാനിവിടെ വെള്ളം എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, വെള്ളം എടുക്കാൻ വന്നാൽ ചപ്പാത്തി പ്ലേറ്റും പിടിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ കുറച്ച് കഴിച്ചോ, ഞാൻ ആരോടും പറയില്ല, നിനക്ക് വേണമെങ്കിൽ കഴിച്ചോളാൻ പറയാണ്. എനിക്കൊന്നും വേണ്ട, ഞാനിത് കഴിക്കാൻ വന്നതൊന്നുമില്ല, ഞാൻ വെള്ളം എടുക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പാത്രം തട്ടി താഴെ വീണു, അതാണ് ഈ ചപ്പാത്തി പ്ലേറ്റ് എന്നും പറഞ്ഞു. പെട്ടെന്ന് വെള്ളം എടുത്തിട്ട് ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്ക് മനസ്സിലായി ഇവളിതെടുത്ത് കഴിക്കാൻ തന്നെ വന്നതാണ്, പക്ഷേ രേവതിയെ കണ്ടുകൊണ്ട് തിരിച്ചു പോയതാണ്. അങ്ങനെ പാത്രത്തിനകത്തെല്ലാം പറക്കി വെച്ചിട്ട് പോവുകയാണ്. തിരിച്ച് റൂമിൽ ചെല്ലുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി പൂച്ചയാണോ? പൂച്ചയൊന്നും അല്ല, ഇവിടുത്തെ കള്ളി ശ്രുതിയാണെന്നാണ് പറയുന്നത്. അതെ, അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് കിച്ചണിൽ വന്നായിരുന്നു, എന്നെ കണ്ടിട്ട് വെള്ളം എടുക്കാനെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണെന്ന് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേർക്കും മനസ്സിലായി ശ്രുതിയുടെ മൊത്തം കള്ളത്തരം. അപ്പോൾ ഇവളുടെ അച്ഛൻ മരിച്ചിട്ടില്ലാന്നും ഇത് പറയുന്ന മൊത്തം കള്ളത്തരമാണെന്നും സച്ചിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ശ്രുതി ആ ഒരു വിശപ്പും സഹിച്ച് വെള്ളവും കുടിച്ച് കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉറക്കം നേരം വെളുത്തില്ല, അതിന് മുന്നേ തന്നെ ആരോ ഡോറിൽ തട്ടുന്ന കേൾക്കുന്നു. അപ്പോൾ ആദ്യമേ ശ്രുതി ഒന്ന് കേട്ടു, അനങ്ങുന്നില്ല. പിന്നെയും തട്ടൽ തുടങ്ങി. ഇപ്പോൾ ശ്രുതി എണീറ്റ് വന്ന് ഭയങ്കര ഉറക്കപ്പിച്ചിൽ വന്ന് വയറ് നോക്കുമ്പോൾ മറ്റാരും അല്ല, ചന്ദ്രമതിയാണ്. അപ്പോൾ ശ്രുതിമോളെ ഇതുവരെ എണീക്കെന്ന് പറഞ്ഞ് വിളിക്കണം. എന്ത് ആൻറ്റി, ഞാൻ ഇച്ചിരി ഇവിടെ നിന്ന് കിടന്നുറങ്ങട്ടെ. ഒന്നാമത് രാത്രി ഞാൻ അച്ഛനെക്കുറിച്ച് ഓർത്ത് സ്വപ്നം കണ്ടു, പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഞാൻ ഇത്തിരി നേരം കൂടെ കിടന്നുറങ്ങിക്കട്ടെ. അതെ സ്വപ്നം കാണും, ഒരുപാട് സ്വപ്നങ്ങൾ കാണും. കാരണം നിൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യണം. എന്തു ആൻറ്റി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും അച്ഛനിഷ്ടമല്ല, അച്ഛനൊരു യുക്തിവാദിയാണ്, ഈ കർമ്മം ചെയ്യലൊന്നും അച്ഛനിഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതല്ല, അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ലേ, എൻ്റെ കൊങ്ങായിക്കായിരിക്കും പിടിക്കുക, എനിക്ക് എൻ്റെ ഉറക്കവും കൂടി നഷ്ടപ്പെടും, അങ്ങനെയാണ് എനിക്ക് എൻ്റെ ബിസിനസ് തകർന്നു പോകും, എനിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ശ്രുതി. ഇതെല്ലാം കൂടെ എൻ്റെ തലയിൽ വന്ന് വീഴും. എന്താ ശ്രുതി ഇത്, ആത്മാവൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല, അച്ഛനതൊന്നും വിശ്വാസമല്ല, ചെയ്തു കഴിഞ്ഞാൽ അച്ഛനോട്ട് ഇഷ്ടമാവുകയും ചെയ്യത്തില്ല, അപ്പോൾ ആ കർമ്മങ്ങളൊന്നും വേണ്ട ശ്രുതി എന്ന് പറയുന്നത്. പക്ഷേ ശ്രുതിയും ചന്ദ്രമതിയും സമ്മതിക്കുന്നില്ല. ശ്രുതിയെ പെട്ടെന്ന് വിളിച്ച് അവിടെ എത്തിയിട്ടുണ്ട്, കർമ്മം ചെയ്യാൻ ആളെത്തിയിട്ടുണ്ട്, പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് വരാൻ പറയുന്നു. അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതാണ് തുടർന്ന് വരാൻ പോകുന്ന കർമ്മം ചെയ്യുന്നതിന് വ്രതവും കാര്യങ്ങളും. അതുപോലെ തന്നെ സച്ചിയും രേവതിയും കൂടി ചേർന്ന് മറ്റൊരു പണി കൂടി കൊടുക്കുന്നുണ്ട്. 3 ദിവസത്തെ ബലിയായിരുന്നു ചന്ദ്രമതി പറഞ്ഞത്, പക്ഷേ അത് 41 ദിവസമാക്കി നീട്ടി കൊടുക്കുന്നുണ്ട് ശ്രുതി കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പണി കിട്ടുകയാണ്. പിന്നെ അതുപോലെ തന്നെ സച്ചിയുടെ മൊബൈൽ വഴി ശ്രുതി ആൻ്റണിയെ കൊണ്ട് ആ ഒരു വീഡിയോ പബ്ലിക്കാക്കുന്നതും അതെല്ലാം കണ്ടുപിടിച്ച് ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും ഇനിയിപ്പോൾ പൊളിയുന്ന രംഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.